അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബജീവിതത്തിൽ നീരസങ്ങളും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും രൂപപ്പെടുന്നതിൻ്റെ പിറകിൽ പല കാരണങ്ങളുമുണ്ടാവും. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കാരണങ്ങളുണ്ടാകാം, ഭാര്യയുടെ ഭാഗത്തു നിന്നും കാരണങ്ങളുണ്ടാകാം. ഭർത്താവ് തൻ്റെ സമീപനം പാളിപ്പോയാൽ, ഉദാഹരണമായി ഓഫീസിലുള്ള അന്യ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയോ അമിതമായ ബന്ധങ്ങൾ സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവുകയോ, അവരുടെ ചാറ്റിങ്ങുകൾ, അവരുടെ കോളിങ്ങുകൾ, അവരുമായുള്ള മെസ്സേജുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഭാര്യയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകും. ഇസ്ലാം പറയുന്നു നിഷിദ്ധമാണ്. ആവശ്യം വരുന്ന ഇടപാടുകൾ ഇസ്ലാം അനുവദിക്കപ്പെട്ട പരിധിയിൽ നിൽക്കണം. അന്യ സ്ത്രീകളോട് ആ രൂപത്തിലുള്ള ഇടപെടലുകൾ പാടില്ല എന്ന് തന്നെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ന്യായങ്ങളുണ്ടാകും, ന്യായീകരണങ്ങളുണ്ടാകും. ബിസിനസ്സാണ്, ഓഫീസാണ്, തൻ്റെ കച്ചവടമാണ്, തൻ്റെ ജീവിതമാർഗമാണ്, തൻ്റെ ഭക്ഷണമാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ അന്നമാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നാം അറിയണം, ഇത്തഖൂ മവാഖിഅത്തുഹം, തെറ്റിദ്ധാരണ വരുന്ന മേഖലകൾ നാം നിർബന്ധമായും സൂക്ഷിക്കണം. കാരണം തെറ്റിദ്ധാരണ വരുന്ന മേഖലകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വലിയ പിണക്കത്തിലേക്കാണ്, വലിയ പ്രശ്നത്തിലേക്കാണ്. കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങൾ ദുഃഖപൂരിതമാകുന്നൊരു രംഗമാണ്. നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കണം. നിഷിദ്ധമാണ്, ഹറാമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെയൊക്കെ ഇസ്ലാം അനുവദിച്ച പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് മാത്രമേ ഭർത്താവ് സഞ്ചരിക്കാൻ പാടുള്ളൂ. അതേ രൂപത്തിൽ തന്നെയാണ് ഭാര്യയും അന്യപുരുഷന്മാരോടുകൂടുള്ള സമീപനം. ഇന്ന് ആരാണ് അന്യപുരുഷൻ, ആരാണ് അന്യ സ്ത്രീ, നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. എപ്പിസോഡ് നീണ്ടുപോകുമെന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. എല്ലാവരെയും പെങ്ങന്മാരായി കാണുക, എല്ലാവരെയും സഹോദരനായി കാണുക, ആങ്ങളയായി കാണുക. ആരോടുകൂടെയും സഞ്ചരിക്കാം, ആരോടുകൂടെയും സംസാരിച്ചിരിക്കാം. അതിനൊന്നും പ്രശ്നമില്ല. ഒക്കെ എൻ്റെ സഹോദരനല്ലേ, എൻ്റെ പെങ്ങളല്ലേ, എൻ്റെ ആങ്ങളയല്ലേ. ഈ ഒരു ന്യായീകരണം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കാണാം. സത്യത്തിൽ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ശൈലികൾ ഉണ്ടാകുമ്പോൾ, രൂപപ്പെടുമ്പോൾ ഭർത്താവിന് നീരസം വരുന്നു. അത് പിടിക്കപ്പെടുമ്പോൾ കുടുംബജീവിതത്തിൽ ത്വലാഖ് വരെ സംഭവിക്കുന്നു എന്നത് നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ്. അന്യപുരുഷൻ്റെ കൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, അന്യപുരുഷനോടുകൂടെ സംസാരിച്ചിരിക്കുന്നത് എത്രമാത്രം ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ. വളരെ കണിശമായ താക്കീതിൻ്റെ സ്വരത്തിലാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. വീട്ടിലാവട്ടെ, യാത്രയിലാവട്ടെ, രണ്ടുപേർ തനിച്ചാകുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. എന്തേ കാരണം? നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഫഇന്ന ശൈത്വാന സാലിസുഹുമാ. മൂന്നാമൻ അവിടെ പാർത്തിരിക്കുന്നുണ്ട്. അത് പിശാച. മനസ്സിനെ വഴിതെറ്റിക്കാൻ, ജീവിതത്തെ വഴിതെറ്റിക്കാൻ, തിന്മകളിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കാൻ പിശാച് അവിടെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടൊരിക്കലും ഒഴിഞ്ഞിരിക്കരുത് എന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം നാമൊക്കെ പഠിക്കേണ്ടതാണ്, നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ആരോട് ഇഴകണം, ആരോട് അടുക്കണം, ആരുമായി സഞ്ചരിക്കണം, ആരുമായി സഞ്ചരിക്കരുത്, ആരുമായി സംസാരിച്ചിരിക്കണം, ആരുമായി സംസാരിച്ചിരിക്കരുത്, ആരുമായി ഒക്കെ കൂടിപ്പഴകണം, ആരുമായി കൂടിപ്പഴകരുത്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച അതിർവരമ്പിൽ നിന്ന് നമ്മൾ എവിടെ തെറ്റുന്നുവോ അവിടെയൊക്കെ പ്രശ്നം രൂപപ്പെടുന്നത് കാണാം. ഇസ്ലാം പറയുന്ന അതിർവരമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കാണില്ല. അതിർവരമ്പ് എപ്പോൾ തെറ്റുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണാം. ഉൾക്കൊള്ളാനും പകർത്താനും നന്നാവാനും സൃഷ്ടാവ് നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.